ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് ഗംഗാ നകുലൻ. 35 വയസ്സിൽ താഴെ മാത്രം പ്രായം. ആരും കാണാതെ സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കുന്ന, നൃത്തവും പാട്ടും പഠിച്ചിട്ടില്ലാതെ തന്നെ ഇത് രണ്ടും അനായാസം കൈകാര്യം ചെയ്യുന്ന, ഗംഗയുടെ ഹസ്ബൻഡായ നകുലന്റെ ഉറക്കത്തിന്റെ ആഴമളക്കുന്ന, ഹസ്ബൻഡിനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്ന ഗംഗയ്ക്ക് ബാധിച്ച അസുഖം എന്താണ്? ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. സൈക്കോളജിയിൽ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഡിസോർഡറാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നുള്ളത്. ഹോസ്റ്റ് ഐഡന്റിറ്റിയിൽ നിന്ന് ഓൾഡർ ഐഡന്റിറ്റിയിലേക്കോ ഓൾഡർ ഐഡന്റിറ്റീസിലേക്കോ സ്വിച്ച് ഓവർ ആകുന്ന അവസ്ഥ. അതായത് ഒരു വ്യക്തിയിൽ തന്നെ രണ്ടിലധികമോ ഐഡന്റിറ്റീസ് ഉള്ള അവസ്ഥ. പലപ്പോഴും പ്രേതമെന്നും ബാധാദോഷമെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് DID എന്നുള്ളത്. കുട്ടിക്കാലത്തുണ്ടാകുന്ന ട്രോമ, ചൈൽഡ്ഹുഡിലെ ഇമോഷണൽ, ഫിസിക്കൽ ഓർ സെക്ഷൽ അബ്യൂസ്, പുവർ പാരന്റിംഗ്, നെഗ്ലക്ട് എന്നിവയൊക്കെ ഒരാളിൽ DID ഡെവലപ്പ് ചെയ്തേക്കാം. ഗംഗയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. തന്റെ 3-ാം വയസ്സിൽ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് കൽക്കട്ടയിലേക്ക് പോവുകയാണ് ഗംഗയുടെ പാരന്റ്സ് ചെയ്തത്. ഇവിടെ പുവർ പാരന്റിംഗ് ആണ് ഗംഗയെ ബാധിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഗംഗയെ ബാധിച്ചിരുന്നു. ഇനി നമുക്ക് മറ്റൊരു കേസ് എടുക്കാം. അമ്പിക്ക് കുട്ടിക്കാലത്ത് ഒരു യങ്ങർ സിസ്റ്ററിനെ നഷ്ടമായി. തന്റെ യങ്ങർ സിസ്റ്റർ ഷോക്ക് അടിച്ച് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ അത് അമ്പിയിൽ വളരെ വലിയൊരു ഇമോഷണൽ ട്രോമ തന്നെ ജനറേറ്റ് ചെയ്തു. പിന്നീട് അത് അമ്പിയിൽ DID ആയി ഡെവലപ്പായി. സോ ഇവരുടെ രണ്ടുപേരുടെയും ചൈൽഡ്ഹുഡ് പാസ്റ്റ് എടുത്താൽ ഇവർക്ക് രണ്ടുപേർക്ക് നല്ല രീതിക്ക് തന്നെ ചൈൽഡ്ഹുഡിൽ ട്രോമയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന അവഗണനകൾ, തങ്ങളുടെ ഇഷ്ടങ്ങൾ അവഗണിക്കപ്പെടുക എന്നീ സാഹചര്യങ്ങളെല്ലാം പിന്നീട് DID ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങളാണ്. സിനിമകളിൽ DID എക്സാജറേറ്റഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് കിം നോബിൾ എന്നാണ്. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ബാധിച്ച ഈ ഒരു വ്യക്തിക്ക് ഏകദേശം 100-ൽ പരം ഐഡന്റിറ്റീസ് ഉള്ളതായി പറയപ്പെടുന്നു. ഇത് സിനിമയല്ല, ഇത് റിയൽ കേസാണ്.